അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, 2026 നടക്കാൻ പോകുന്ന സമസ്ത വാർഷിക പരീക്ഷയിൽ 6ാം തരത്തിലെ താരീഖിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലം, സജാഹ്, ഉലുൽ അസ്മ്, 63, കനാൻ, ബനൂ തൈം. അതിൽ 6 ചോദ്യങ്ങളാണ്. ഒന്നാമത്തത്, മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മ്. 2, ഇസ്രായേൽ വംശത്തിൻ്റെ നാട് കനാൻ. 3, ഹിജ്റ 11 മുതൽ 40 വരെയാണ് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലം. 4, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനൂ തൈം. 5, കള്ളപ്രവാചകൻ സജാഹ്. 6, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 63. സെക്ഷൻ 2 ശരിയും തെറ്റും അടയാളപ്പെടുത്താം. 1, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് സഫിയ. അത് തെറ്റാകുന്നു. 2, ബൈത്തുൽ മുഖദ്ദസ് മോചനം ഹിജ്റ 16 നടന്നു. ശരി. 3, അബൂ ലുഅ്ലുഅത്ത് മജൂസിയാണ്. ശരി. 4, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ഖുറൈശിയിലെ ബനൂ അദിയ്യാനാണ്. അത് തെറ്റാകുന്നു. 5, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യൻ ഹകം. ശരിയായതാണ്. സെക്ഷൻ 3 രണ്ടെണ്ണം വീതം എഴുതാം. 1, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൽ 2 എഴുതാനാണ് പറയുന്നത്. അതിന് ആൻസർ വരുന്നത്, പോലീസ് സേന രൂപീകരിച്ചു, മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കി. 2, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായ കലാപങ്ങൾ. കലാപങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ജമൽ, സിഫീൻ മുതലായവ. 3, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബിഈ ഉലമാക്കൾ ആരെല്ലാമെന്നാണ്. അതിന് കുറേ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. 2 എഴുതേണ്ടത്. സലമത്ത് ബിൻ കുഹൈൽ, ആമിർ ഷഅബി, ഇക്രിമ, അതാ, ഖതാദ, സുഹരി റളിയല്ലാഹു അൻഹു. 4, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ. അതിൻ്റെ ആൻസർ മുഹമ്മദ്, ഹസൻ, ഫാത്തിമ, സൈനബ്. സെക്ഷൻ 4 ഉത്തരം എഴുതാം. 1, ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന്, എവിടെ? ഹിജ്റ 260 ബസറയിലാണ് ജനിച്ചത്. 2, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിൽ എത്ര പേർ പങ്കെടുത്തു? ആൻസർ ഉദ്ദേശം 8,00,000 പേർ. 3, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ആൻസർ അനസുൽ അസ്ബഹി, ആലിയ ബിൻതു ശരീഖ്. 4, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളിൽ പെട്ടു. എന്തായിരുന്നു പ്രശ്നം? അതിൻ്റെ ആൻസർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താകുന്നു? ആൻസർ, ഞാൻ ഹിക്മത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ്. 6, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്ര? 10 വർഷം 6 മാസവും 4 ദിവസവുമാണ്. ഇനി സെക്ഷൻ 5 പൂർത്തിയാക്കാം. 1, ഷാഫി ഇമാമിൻ്റെ ഖബർ ഈജിപ്തിലെ ഖറാഫയിലാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ അബ്ദുമനാഫ് ഷാഫി ഇമാമിൻ്റെ 9ാമത്തെ ഉപ്പാപ്പയാണ്. 3, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടു ഇമാം ദാറുൽ ഹിജ്റ എന്ന പേരിൽ. 4, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ബഗ്ദാദിലെ മഖ്ബറത്തുൽ ഖൈസാറാനിലാണ്. 5, സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഖവാരിജുകൾ. ഇനി സെക്ഷൻ 6 പൂരിപ്പിക്കാം. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും. എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് 6ാം തരത്തിലെ താരീഖിൽ നിന്ന് വാർഷിക പരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ പാഠഭാഗങ്ങൾ പഠിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ.